ഈ കാഴ്ചയൊന്ന് നേരിട്ട് കാണണമെന്ന് കരുതി തന്നെയാ വന്നത്. എന്റെ ഊഹം തെറ്റിയില്ല. നീ എന്താണ് ഭാവിച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോ അറിയണം നിരഞ്ജൻ. നീ എന്നെ എന്റെ മോളെ ചതിക്കുകയാണല്ലേ? സർ, സാറ് കരുതും പോലെയൊന്നും അല്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് മറ്റൊരാളുടെ വീടാ. ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ വന്നത്? എന്റെ അനീതിയുടെ വീടാ ഇത്. എനിക്കിവിടെ വന്നൂടെ? നീ മിണ്ടരുത്. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളൊരാൾ കാരണമാണല്ലോ ഞാൻ തനിച്ചായി പോയത്. നിരഞ്ജന എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തിട്ട് ഇപ്പൊ മാന്യം ചമയുന്നു. നിരഞ്ജൻ, രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആരാണ് നിനക്ക് മുഖ്യം? അക്ഷരയോ അതോ ഇവളോ? സർ, ഇത് വേറൊരു സ്ഥലമാണ്. ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. എവിടെ വെച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് നിരഞ്ജൻ എന്നെ പഠിപ്പിക്കണ്ട. ദേവികയെ കുറിച്ച് അറിയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ സാറ് വന്നത്. അല്ലാതെ നിങ്ങളാരും കരുതുന്ന പോലെ വേറൊന്നും ഇതിലില്ല. നീ അല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. നിന്റെ അനുജത്തെയും ഇത് തന്നെയല്ലേ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. കുടുംബം കലക്കാൻ നടക്കുന്ന നാശങ്ങള്, ദ്രോഹികള്.